വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, എട്ടാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ആച്ചി കി കഹാനി എന്ന കഥയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഗീത് ചതുർവേദിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ആച്ചി കി കഹാനി, ആച്ചിയുടെ കഥ എന്നത് ആച്ചി എന്ന നായക്കുട്ടിയുടെയും അതിൻ്റെ യജമാനന്റെയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഹൃദയസ്പർശിയായ കഥയാണ്. ഇത് ഒരു സിനിമാ കഥയാണ്. 2009 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സിനിമയായ ഹാച്ചിയെ ഡോഗ്സ് ടെയിൽ എന്നതാണ് ഇതിന്റെ പേര്. അത് 1987 പുറത്തിറങ്ങിയ ജാപ്പാനീസ് സിനിമയുടെ ഒരു പുനരാവിഷ്കരണമാണ്. ഈ കഥ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു നായയുടെ അഗാധമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ സിനിമയൊക്കെ ഒന്ന് കാണണം. വളരെ ഹൃദയസ്പർശിയായ കഥയാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോ വേർഡ്സിന്റെ മീനിങ്ങും എഴുതിയെടുത്ത് പഠിക്കണം. എന്നാൽ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. നോക്കൂ, 1923 കാ സമയ്, 1923 കാലഘട്ടം. ജപ്പാൻ കി രാജധാനി, ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ സടക്ക് പർ, റോട്ടിലൂടെ ടഹൽത്തെ, നടക്കുന്ന പ്രൊഫസർ യുഎൻഒ എന്ന ആൾക്ക് കുത്തേക്ക ഏക്ക് പില്ല മിൽത്താ ഹെ, നായയുടെ ഒരു കുട്ടിയെ കിട്ടുന്നു. പില്ല പട്ടിക്കുട്ടി, നായക്കുട്ടി. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്ന പ്രൊഫസർ യുഎൻഒക്ക് ഒരു നായക്കുട്ടിയെ കിട്ടുന്നു. അകീത്ത നസ്ല് ക, അകീത്ത എന്ന ഇനത്തിൽപ്പെട്ട ഏക് ഷാൻദാർ പില്ല, ഒരു മനോഹരമായ പട്ടിക്കുട്ടി. നായകൾ പല ഇനത്തിലുണ്ടല്ലോ, ഇത് അകീത്ത ഇനത്തിൽപ്പെട്ട ഒരു മനോഹരമായ പട്ടിക്കുട്ടിയാണ്. ജിസ്കെ ഗലേപ്പർ, അതിന്റെ കഴുത്തില് പട്ടാ ബാന്ധാഹി, ഒരു ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഉസ്പർ ലിഖാഹി, അതിൽ എഴുതിയിട്ടുണ്ട് ഹാച്ചി എന്ന്. അതിന്റെ കഴുത്തിൽ കെട്ടിയ ആ പട്ടയിൽ അതിന്റെ പേര് എഴുതിയിട്ടുണ്ട് അല്ലെ, ഹാച്ചി എന്ന്. ജാപ്പാനി ഭാഷാമേ, ജപ്പാൻ ഭാഷയിലെ ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ ആട്ട്, ഹാച്ചി എന്നതിന്റെ അർത്ഥം 8 എന്നതാണ്. വഹ് അങ്ക്, ആ നമ്പർ, ജിസെ പൂരേ ജാപ്പാനീസുകാർ മുഴുവനും ബഹുത്ത് സൗഭാഗ്യശാലി മാൻതാ ഹെ, വളരെ ഭാഗ്യമുള്ള നമ്പർ ആയിട്ടാണ് കാണുന്നത്. ലേക്കിൻ പില്ല ഐസി മസ്ബൂർ ഹാലത്ത് മേംദ, എന്നാൽ പട്ടിക്കുട്ടി വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. കി ലഗെ, അപ്പോൾ നമുക്ക് തോന്നും, ഭാഗിക്ക മാരാഹെ, അതിന് യാതൊരു ഭാഗ്യവുമില്ല എന്ന്. ജാപ്പനീസുകാരുടെ അഭിപ്രായത്തിൽ 8 എന്നതൊരു ഭാഗ്യ നമ്പറാണ്. എന്നാൽ നായയുടെ അവസ്ഥ കാണുമ്പോൾ അതൊരു ഭാഗ്യമില്ലാത്ത നായയാണെന്ന് തോന്നിപ്പോകും. ബാക്കി നോക്കൂ. പ്രൊഫസർ തൈക്കിയ, തീരുമാനിച്ചു. എന്തെന്നാൽ മേം ഈസ് കുത്തേക്ക്, ഞാൻ ഈ നായയുടെ മാലിക്കോ, ഉടമസ്ഥനെ, ഗോജൂങ്ക, അന്വേഷിക്കും. ഈ നായക്കുട്ടിയുടെ യഥാർത്ഥ ഉടമയെ ഞാൻ കണ്ടെത്തുമെന്ന് പ്രൊഫസർ തീരുമാനിച്ചു. ജബ് തക്, എപ്പോ വരെയാണ്, വഹ് നെഹി മിലേങ്ക, അയാളെ കണ്ടെത്താൻ കഴിയാത്തത്, യഹ് മേരെ സാത്ത് ഹി രഹേങ്ക, ഇത് എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉടമയെ എപ്പോൾ വരെയാണ് കണ്ടെത്താൻ കഴിയാത്തത്, അതുവരെ ഈ നായക്കുട്ടി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉസേ സാത്ത് ലേക്കർ, അതിനെ കൂടെ കൂട്ടിയിട്ട്, വഹ് രോസ്, അയാൾ എന്നും, ഉസ്കെ മാലിക്കോ, അതിന്റെ ഉടമയെ, ഗോജിനെ നികൽത്തെ, അന്വേഷിക്കാൻ ഇറങ്ങും. ലേക്കിൻ, പക്ഷേ, വഹ് കഹീ നഹീ മില, അയാളെ എവിടെ നിന്നും കണ്ടെത്തിയില്ല. നായയെ കൂടെ കൂട്ടി അദ്ദേഹം എല്ലാ ദിവസവും അതിന്റെ ഉടമയെ അന്വേഷിക്കാൻ പുറപ്പെടുമായിരുന്നു. പക്ഷെ ഉടമയെ എവിടെയും കണ്ടെത്താനായില്ല. രോസ് കെ, ദിവസവുമുള്ള, ഈ സംഘ് സാത്ത് കെ കാരൻ, ഈ ഒരുമിച്ച് കഴിയുന്നത് കാരണം, സംഘ് സാത്ത് ഒരുമിച്ച് കഴിയുന്നത് കാരണം, ദോനോമേ, രണ്ടു പേരിലും, ഐസാ ലഗാവ് ബെൻഗയ, ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടായി. ലഗാവ്, അടുപ്പം. കി ഹാച്ചി അബ് ഉനീക്കോ, ഹാച്ചി ഇപ്പോൾ അദ്ദേഹത്തെ, അപ്പന മാലിക് മാനെ ലഗ, തന്റെ ഉടമയാണെന്ന് കരുതാൻ തുടങ്ങി. ദിവസേന ഒരുമിച്ച് കഴിയുന്നതിലൂടെ ഇരുവരും തമ്മിൽ ആഴത്തിലൊരു സ്നേഹബന്ധം വളർന്നു. ഒടുവിൽ ഹാച്ചി പ്രൊഫസറെയാണ് തന്റെ യഥാർത്ഥ യജമാനനായി കരുതാൻ തുടങ്ങിയത്.
പ്രൊഫസർ കി പത്നിക്കോ പ്രൊഫസറിന്റെ ഭാര്യയ്ക്ക് ശുരൂമേം തുടക്കത്തിൽ ഹാച്ചിയെ പസന്ത് നഹി ആയ ഇഷ്ടമില്ലായിരുന്നു. തുടക്കത്തിൽ പ്രൊഫസറുടെ ഭാര്യയ്ക്ക് ഹാച്ചിയെ ഇഷ്ടമില്ലായിരുന്നു. ലേക്കിൻ പക്ഷേ ഉസ്കി സുന്ദരത അതിന്റെ ഭംഗിയും ഔർ പ്രൊഫസർ കെ പ്രതി ഉസ്കെ സ്നേഹ് പ്രൊഫസറിനോടുള്ള അതിന്റെ സ്നേഹവും കാണുമ്പോൾ ഉസ്ക ഉൻകാ ദിൽ പിഘൽ ഗയ അവരുടെ മനസ്സ് അലിഞ്ഞുപോയി. എന്നാൽ ഹാച്ചിയുടെ ഭംഗിയും പ്രൊഫസറോടുള്ള സ്നേഹവും കണ്ടപ്പോൾ അവരുടെ മനസ്സ് അലിഞ്ഞു. ഇവിടെ ചിത്രത്തിൽ നമുക്ക് ഹാച്ചിയെയും പ്രൊഫസറിനെയും കാണാം. എന്നാൽ ഇതാണ് നമ്മുടെ പ്രൊഫസറിന്റെ ഭാര്യ. ഇവർക്കും പിന്നീട് ഹാച്ചിയെ ഇഷ്ടമായി തുടങ്ങി. നെക്സ്റ്റ്, സമയ ബീത്തുത്താ ഗയ സമയം കടന്നുപോയി, കാലം ഇങ്ങനെ കടന്നുപോയി. ഉൻ ദോനോം കി ദോസ്തി അവർ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് ഗഹരി ഹോത്തി ഗയി ആഴത്തിലുള്ളതായി, അവർ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴത്തിലായി. പ്രൊഫസർ സുബഹ് പ്രൊഫസർ രാവിലെ ട്രെയിൻ പക്കെടുക്കർ ട്രെയിൻ പിടിച്ചാണ് ദഫ്തർ ജാത്തെ ഓഫീസിൽ പോകുന്നത്. ഔർ ഷാംകോ വൈകുന്നേരം ലൗട്ട്കർ തിരിച്ചെത്തി ഹാച്ചി കെ സാത്ത് ഗേൽത്തെ ഹാച്ചിയോടൊപ്പം കളിക്കാറുണ്ട്. പ്രൊഫസർ എല്ലാ ദിവസവും രാവിലെ ട്രെയിനിൽ ഓഫീസിലേക്ക് പോവുകയും വൈകുന്നേരം മടങ്ങിയെത്തി ഹാച്ചിയോടൊപ്പം കളിക്കാറുണ്ടായിരുന്നു. ഏക്ക് സുബഹ് ഒരു ദിവസം രാവിലെ ഹാച്ചിയും പ്രൊഫസർ കെ പീച്ചെ പീച്ചെ പ്രൊഫസറിന്റെ പിറകെ ചൽത്താ ഹുവ നടന്നുകൊണ്ട് സ്റ്റേഷൻ പഹുഞ്ച് ഗയ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഉൻകോ ബഹുത്ത് അജീബ് ലഗ അത് അദ്ദേഹത്തിന് വളരെ വിചിത്രമായി തോന്നി. അജീബ് വിചിത്രം. ഒരു ദിവസം രാവിലെ ഹാച്ചിയും പ്രൊഫസറുടെ പിന്നാലെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് പ്രൊഫസർക്ക് വളരെ വിചിത്രമായി തോന്നി. ഉനോനെ സമജ്ന ചാഹ അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ലേക്കിൻ ഹാച്ചി എന്നാൽ ഹാച്ചി ഗർ ലൗട്ട്നേക്കോ വീട്ടിലേക്ക് തിരിക്കാൻ രാജി നഹീന്ത തയ്യാറായില്ല. അദ്ദേഹം ഹാച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഹാച്ചി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. ആഖിർ അവസാനം പ്രൊഫസർ സ്വയം ഉസേ ഗർ തക് ചോഡ്കർ ആയേ അവനെ വീട്ടിലെത്തിച്ച് തിരിച്ചു വന്നു. ഔർ ദഫ്തർ എന്നിട്ട് ഓഫീസിലേക്ക് ദേർ സേ ഗയേ വൈകിയാണ് പോയത്. ഒടുവിൽ പ്രൊഫസർ തന്നെ ഹാച്ചിയെ വീട്ടിലെത്തിച്ച ശേഷം ഓഫീസിലേക്ക് വൈകിയാണ് പോയത്. ഷാം കോ വൈകുന്നേരം കാം സേ ലൗട്ട്നെ കെ ബാദ് ജോലി കഴിഞ്ഞ് തിരികെ വന്ന ശേഷം ജബ് വേ ട്രെയിൻ സേ ഉതർക്കർ അയാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അപ്പനെ സ്റ്റേഷൻ കെ ഫാടക് സേ നികലെ തന്റെ സ്റ്റേഷനിലെ ഗേറ്റ് പുറത്ത് കടന്നു. ഫാടക് ഗേറ്റ്. തോദേക്ക അപ്പോൾ കണ്ടു ബാഹർ സടക്ക് പർ പുറത്ത് റോഡില് ഹാച്ചി ഉൻക ഇന്തസാർ കർ രഹാ ഹെ ഹാച്ചി അയാളെ കാത്തിരിക്കുന്നുണ്ട്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ട്രെയിനിൽ നിന്നിറങ്ങി സ്റ്റേഷന്റെ ഗേറ്റ് കടന്ന് പുറത്ത് വന്നപ്പോൾ റോഡരികിൽ ഹാച്ചി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതായി കണ്ടു. വഹ് ഉൻകെ സാത്ത് സാത്ത് പൈദൽ ഗർ ലൗട്ട അവൻ അദ്ദേഹത്തിന്റെ കൂടെ നടന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ഫിർ പിന്നീട് യഹ് റോസ് ദിവസവും സിൽസില ബൻ ഗയ സിൽസില പതിവ് അത് ദിവസവും പതിവായി മാറി. ഹർ സുബഹ് ഹാച്ചി എല്ലാ രാവിലെയും ഹാച്ചി പ്രൊഫസർ കോ ചോടിനെ സ്റ്റേഷൻ തക്ക് ജാത്ത പ്രൊഫസറെ യാത്രയയക്കാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. ഔർ ഷാം കോ എന്നിട്ട് വൈകുന്നേരം ഉൻകെ ആനേസെ പഹലേഹി അയാൾ വരുന്നതിന് മുൻപ് തന്നെ സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ സ്റ്റേഷന്റെ പുറത്ത് ഇരുന്ന് ഉൻക ഇന്തസാർ കർനെ ലഗത്തെ അയാളെ കാത്തിരിക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസറെ യാത്രയയക്കാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. എന്നിട്ട് വൈകുന്നേരം അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഷന്റെ പുറത്തിരുന്ന് അദ്ദേഹത്തെ കാത്തിരിക്കാൻ തുടങ്ങും. ഫിർ സാത്ത് സാത്ത് ഗർ ആത്ത എന്നിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് വരും. ഉച്ചൽത്തെ പുളകത്തെ സന്തോഷത്തോടെ ചാടിക്കളിച്ചുകൊണ്ട്. ഈ ഭാഗമൊക്കെ ഫിലിമിൽ കാണാൻ നല്ല രസാണ് കേട്ടോ. ഏക് ഷാം ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഹാച്ചി സ്റ്റേഷന്റെ പുറത്തിരുന്ന് ഇന്തസാർ കർ രഹാത കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഹാച്ചി സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസറെ കാത്തിരിക്കുകയായിരുന്നു.
ബഹുത്ത് ദേർ ഹോ ഗയി വളരെ വൈകിയിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ പ്രൊഫസർ ലൗഡ്കർ നെഹി ആയേ, പ്രൊഫസർ തിരികെ വന്നില്ല. രാത്ത് ഹോഗി രാത്രിയായി. ബർഫ് ഗിർനെ ലഗി മഞ്ഞ് വീഴാൻ തുടങ്ങി. പർ ന തോ പ്രൊഫസർ ആയേ, എന്നാലും പ്രൊഫസർ വന്നില്ല. നെഹി ഹാച്ചി ഉസ് ജഗഹ് സെ ഹില, എന്നാൽ ഹാച്ചിയും ആ സ്ഥലത്ത് നിന്ന് ഇളകിയില്ല. ദർ അസൽ യഥാർത്ഥത്തിൽ ഉസ് ദോപ്പഹർക്കോ ആ ദിവസം ഉച്ചയ്ക്ക് ദഫ്തർ മേം ഓഫീസില് പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ, പ്രൊഫസർ മരണമടഞ്ഞിരുന്നു. ആ ദിവസം ഉച്ചക്ക് ഓഫീസിൽ വെച്ച് പ്രൊഫസർ മരണപ്പെട്ടിരുന്നു. അബ് ഉനേം കബീ നഹീം ലൗട്നാ താ, ഇനി അദ്ദേഹം ഒരിക്കലും തിരികെ വരില്ല. ലേക്കിൻ ഹാച്ചിക്കോ, എന്നാൽ ഹാച്ചിക്ക് യഹ് ബാത്ത് ഈ കാര്യം കൈസേ പതാ ചൽ സക്തി തി, എങ്ങനെ അറിയാൻ കഴിയും. ഉസേ തോ ബസ് ഇത്തനാ സമജ് ആയ, അവൻ ഇത്ര മാത്രം അറിയാം. കി ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സേ ഉത്തർക്കർ, അവന്റെ ഫ്രണ്ട് ഈ സ്ഥലത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹർ രോസ് എല്ലാ ദിവസവും ഉസ്കെ പാസ് ലൗട്ട് ആത്താത, അവന്റെ അടുത്ത് തിരികെ എത്താറുണ്ടായിരുന്നു. ആജ് നഹീം ലൗട്ടാഹെ, ഇന്ന് തിരിച്ചെത്തിയില്ല. ഹോ സക്താഹെ ദോഡി ദേർ ബാദ് ആ ജായേ, കുറച്ചു കഴിഞ്ഞ് വരുമായിരിക്കാം. തന്റെ സുഹൃത്ത് എല്ലാ ദിവസവും ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഈ സ്ഥലത്തേക്ക് വന്ന് തന്റെ അടുത്ത് തിരിച്ചെത്താറുണ്ട്. എന്നാൽ ഇന്ന് മാത്രം വന്നില്ല എന്ന് മാത്രമാണ് ഹാച്ചിക്ക് മനസ്സിലായത്. ദേർ രാത്ത് രാത്രി വൈകിയതോടെ പ്രൊഫസർ കെ പരിജൻ, പ്രൊഫസറിന്റെ കുടുംബാംഗങ്ങള് ഉസേ അവനെ ജബറൻ ബലം പ്രയോഗിച്ച് ഗർലേഗയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ലേക്കിൻ പക്ഷേ അഗലീ സുബഹ് അടുത്ത ദിവസം രാവിലെ തന്നെ ഹാച്ചി ഫിർ ഉസീ ജഗഹ് ആക്കർ ബൈഠ് ഗയ, ഹാച്ചി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. ഉസേ വിശ്വാസ്ത, അവന് വിശ്വാസമുണ്ടായിരുന്നു. കി പ്രൊഫസർ റോസ് കീ തരഹ്, പ്രൊഫസർ എന്നത്തെയും പോലെ സ്റ്റേഷൻ കെ ഉസ് ദർവാസെ സെ നികൽക്കർ, സ്റ്റേഷനിലെ ആ വാതിലിലൂടെ നികൽക്കർ ആയെങ്കിൽ ഇറങ്ങി വരുമെന്ന്. ഉസ്സെ പ്യാർ കരേങ്കെ, എന്നിട്ട് അവനെ സ്നേഹിക്കും, അവനെ തലോടും. ഔർ ഫിർ വേ ദോനോം ഗേൽത്തെ ടഹൽത്തെ ഗർ ലൗട്ടേങ്കെ, എന്നിട്ട് അവർ രണ്ടുപേരും കളിച്ചും നടന്നും വീട്ടിലേക്ക് തിരികെ പോകും. എല്ലാ ദിവസത്തെയും പോലെ പ്രൊഫസർ സ്റ്റേഷനിലെ ആ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് ഹാച്ചി വിചാരിച്ചത്. എന്നിട്ട് ഹാച്ചിയെ സ്നേഹത്തോടെ തലോടുകയും തുടർന്ന് രണ്ടുപേരും വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഹാച്ചി പ്രൊഫസർ വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കാണ്. വഹ് രോസ്, അവൻ എല്ലാ ദിവസവും സുബഹ് സ്റ്റേഷൻ കെ ബാഹർ, രാവിലെ സ്റ്റേഷന്റെ പുറത്ത് ഉസീ ജഗഹ് ബൈഠ് ജാത്ത, അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കും. ഔർ ദേർ രാത്ത് രാത്രി വൈകിയാണ് ഗർ ലൗട്ട് ആത്ത, വീട്ടിലേക്ക് തിരിച്ചു പോവാറുള്ളത്. പ്രൊഫസറെയും കാത്ത് ഹാച്ചി എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷന്റെ പുറത്തുള്ള അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കും. എന്നിട്ട് രാത്രി വൈകിയാണ് വീട്ടിലേക്ക് പോവാറുള്ളത്. പാവം ഹാച്ചിലെ, ഇവിടെ പ്രൊഫസർ ഹാച്ചിയെ തലോടുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. കുച്ച് സമയ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം, അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, പ്രൊഫസർ കി പത്നിനെ മക്കാൻ വേച്ച് ദിയ, പ്രൊഫസറിന്റെ ഭാര്യ വീട് വിറ്റു. അവർ ദൂസരെ ഷഹർ ചലി ഗയി, അവർ മറ്റൊരു നഗരത്തിലേക്ക് പോയി. വഹ് അപ്പനെ സാത്ത് ഹാച്ചി കോ ഭി ലേത്തി ഗയി, അവർ ഹാച്ചിയെയും തന്റെ കൂടെ കൊണ്ടുപോയിരുന്നു. ലേക്കിൻ പക്ഷേ ഹാച്ചി വഹാം സെ ഭാഗ് ആയ, ഹാച്ചി അവിടെ നിന്നും ഓടി വന്നു. എങ്ങോട്ടാ ഓടി വന്നത്? അവർ സ്റ്റേഷൻ കെ ബാഹർ ടീക്ക് ഉസീ ജഗഹ് പർ ബൈഠ്കർ, സ്റ്റേഷന്റെ പുറത്ത് അവൻ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇരുന്നു കൊണ്ട് ഫിർ സെ ഇന്തസാർ കർണയിലേക്ക്, വീണ്ടും കാത്തിരിക്കാൻ തുടങ്ങി. പിന്നീട് സ്റ്റേഷന്റെ പുറത്തുള്ള അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്ന് വീണ്ടും പ്രൊഫസറെ കാത്തിരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹ്ചാൻതേ ഥേ, സ്റ്റേഷന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, സ്റ്റേഷന്റെ പരിസരത്തുള്ള ആളുകൾ അവനെ തിരിച്ചറിയാൻ തുടങ്ങി. വേ ലോഗ്, ആ ആളുകൾ ഹാച്ചിക്കോ ഗാന ഗിലാദേത്തെ, ഹാച്ചിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. വഹ് ദിൻ ബർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്താ, അവൻ ദിവസം മുഴുവൻ സ്റ്റേഷൻക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ നോക്കുന്നത്? ട്രെയിൻ ആത്തി തോ, ട്രെയിന് വരുമ്പോൾ, ഉച്ചക്ക് കർ, അവന് വളരെ ആകാംക്ഷയോടെ
ചാടി അപ്പനെ പ്രൊഫസർക്കോ ഗോജ കർത്ത തൻ്റെ പ്രൊഫസർ എങ്ങനെ അന്വേഷിക്കുമായിരുന്നു. ട്രെയിന് വരുമ്പോഴെല്ലാം അവൻ വളരെ ആകാംക്ഷയോടെ എഴുന്നേറ്റ് പ്രൊഫസറെ ഇങ്ങനെ തിരയുമായിരുന്നു. രാത്ത് ഹോത്തി രാത്രിയാകുമ്പോൾ സിർ ചുക്കാക്കർ തല കുനിച്ച് വഹ് യാർഡ് മേം സോനെ ചലാ ജാത്ത അവൻ റെയിൽവേ മുറ്റത്ത് എവിടെയെങ്കിലും പോയി ഉറങ്ങുമായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ഏക് സാൽ, ദോ സാൽ, തീൻ സാൽ, 1 വർഷം, 2 വർഷം, 3 വർഷം, പൂരെ 9 സാൽ ഔർ 9 മഹീനെ തക്ക്, 9 വർഷവും 9 മാസവും വരെ ഹാച്ചി ടീക്ക് ഉസി ജഗഹ് ബൈഠ് അപ്നെ പ്രൊഫസർ കാ ഇന്തസാർ കർത്താ രഹാ. ഹാച്ചി അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് തന്റെ പ്രൊഫസറെ കാത്തിരുന്നു. ജിസെ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ മേം ബിഠാക്കർ വിദാ കിയാ. അയാളെ ഒരു ദിവസം രാവിലെ അവൻ ട്രെയിനിൽ കയറ്റി യാത്ര അയച്ചതായിരുന്നു. ലേക്കിൻ പക്ഷേ ജോ ഫിർ കബീ ലൗട്ട്കർ നഹി ആയ, അദ്ദേഹം ഒരിക്കലും പിന്നീട് തിരികെ വന്നില്ല. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാച്ചി കോ ഇൻ സബ് സെ കോയി ഫർക്ക് നഹി പടാ. തണുപ്പായാലും ചൂടായാലും മഴയായാലും മഞ്ഞായാലും ഇതൊന്നും ഹാച്ചിയെ യാതൊരു തരത്തിലും ബാധിച്ചില്ല. ബീച്ച് മേം കബി ഇടയ്ക്കെപ്പോഴോ, കിസി ബർസ് ചില വർഷങ്ങളിൽ, പ്രൊഫസർ കി പത്നി അപ്പനെ പതി കി ഖബ്ർ പർ, പ്രൊഫസറിന്റെ ഭാര്യ തന്റെ ഭർത്താവിന്റെ കല്ലറയിലെ ഫൂൾ ചടാനെ ആജാതി പൂക്കൾ അർപ്പിക്കാൻ വരാറുണ്ടായിരുന്നു. തബ് വഹ് ഹാച്ചി കെ സാത്ത് സടക് പർ ബൈഠ് കർ രോത്തി രഹത്തി, അവർ വരുമ്പോഴെല്ലാം ഹാച്ചിയുടെ കൂടെ റോഡരികിൽ ഇരുന്ന് കരയാറുണ്ടായിരുന്നു. ഔർ ഷായത് ഒരു പക്ഷേ ഉസ് മൂക ജാൻവർ കെ പ്രേം, ഈ മിണ്ടാപ്രാണിയായ മൃഗത്തിന്റെ സ്നേഹവും സമർപ്പണവും പ്രതീക്ഷാപർ പ്രതീക്ഷയിലും അച്രച്ച് കർത്തി അവൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം. ആ സംസാരിക്കാൻ കഴിയാത്ത മൃഗത്തിന്റെ സ്നേഹവും സമർപ്പണവും കാത്തിരിപ്പും കണ്ട് അവൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം. സമയ്ക്ക് സാത്ത് ഹാച്ചി ബൂട്ടാ ഹോ ഗയാ, കാലക്രമേണ ഹാച്ചിക്കും വയസ്സായി. ലേക്കിൻ പക്ഷേ ഉസ്നെ ഇന്തസാർ കർണ നഹീം ചോടാ, എന്നാൽ അവന്റെ കാത്തിരിപ്പ് ഒരിക്കലും അവസാനിച്ചില്ല. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. 1935 അതേ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് ഹാച്ചിയും മരണപ്പെടുന്നത്. ഉസ് സമയ ബർഫ് ഗിർ രഹി ഥി, അപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക്, മരിച്ചുപോയ ഹാച്ചിയുടെ ഗുലി ആങ്കോം കോ, തുറന്ന കണ്ണുകൾക്ക്, ജൈസെ അബ് ബി ഇന്തസാർ ദാ, ഇപ്പോഴും തന്റെ യജമാനനെ കാത്തിരിക്കുന്നത് പോലെ തോന്നി. വളരെ സങ്കടകരമായ കഥയാണ് നമ്മുടെ ഹാച്ചിയുടെ കഥ. ഓരോ ദിവസവും യജമാനൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ഹാച്ചി ഒടുവിൽ അതേ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയാണ്. പക്ഷെ അവന്റെ സ്നേഹവും വിശ്വാസവും ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഹാച്ചിയുടെ കഥ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും കണ്ണുകൾ ഒരിക്കലെങ്കിലും നനയാതിരിക്കില്ല. ആച്ചിയുടെ അളവറ്റ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും ഓർമ്മക്കായി ആ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ അവന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും ആ പ്രതിമ ഹാച്ചിയുടെ അനശ്വരമായ കാത്തിരിപ്പിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഇത്രയാണ് മക്കളെ ഈ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.